നമസ്കാരം. IFPHന്റെ 1964 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ എല്ലാം ആദരണീയനായ ഒരു മഹാനടന്റെ ചരമദിനമാണ്. മഹാൻ എന്ന വാക്കുകൊണ്ട് അദ്ദേഹത്തിന് തുല്യമായി വേറൊരാളുണ്ടെന്ന് തോന്നുന്നില്ല. നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്കും. ഇത് മറ്റാരുമല്ല, ശ്രീമാൻ പ്രേം നസീറാണ്. അദ്ദേഹത്തിന്റെ ചരമദിനം പ്രമാണിച്ച് IFPH ഒരു ഗാനാഞ്ജലി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന. ഇത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായി ഡോക്ടർ ഗോപകുമാർ ക്ഷണിക്കുന്നു. രാമ 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 जानकी जाने राम जानकी जाने कदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम विषाद काले सखा त्वमेव भयान्धकारे प्रभात्वमेव विषादकाले सखा त्वमेव भयान्धकारे प्रभात्वमेव भाप्ति नौग त्वमेव देवा भवाप्ति नौग त्वमेव देवा भजे भवन्दं रमाभिराम भजे भवन्दं रमाभिराम जानकी जाने राम 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 जानकी जाने राम दया समेत सुधा निकेत चिन्मकरन्द नदमुनि वृन्द दया समेत सुधा निकेत चिन्मकरन्द नदमुनि वृन्द आगमसार जित संसार आगमसार जित संसार भजे भवन्दं मनोभिराम भजे भवन्दं मनोभिराम जानकी जाने राम 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 जानकी जाने कदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम 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 जानकी जाने രാമ. നന്ദി ഡോക്ടർ ഗോപകുമാർ. ഇതിനപ്പുറം ഒരു അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ടൊരു പാട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്കൊരു എന്താ പറയാ,
ഈശ്വര പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ സന്തോഷം. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷാരൂർ രാജനെ ക്ഷണിക്കുന്നു. ഓക്കെ. IFPHന്റെ ഡെയിലി മലയാള വെബിനാറിന്റെ 1966 ദിവസത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് നാം നമ്മുടെ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ സാറിന്റെ ചരമവാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ളത് ആദരണീയനായിട്ടുള്ള പ്രൊഫസർ ST ശശിധരൻ സാറാണ്. അദ്ദേഹം പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ സംഗീത അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ശ്രീ ശശിധരൻ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഗാനാഞ്ജലിക്കായിട്ട് ഇവിടെ നിരവധി അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഇവിടെ വരികയും നല്ല നല്ല ഗാനങ്ങൾ പാടി നമുക്ക് ഒരു സംഗീത വിരുന്ന് തന്നെ നൽകാറുണ്ട്. ഇന്നത്തെ ഈ ഗാനാഞ്ജലിക്കായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് ഏതോ സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയുടെ പ്രൊമോഷനൊക്കെ അദ്ദേഹത്തെ കണ്ടതായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ബിജു പെരുമ്പുഴ സാർ, അദ്ദേഹം നമ്മുടെ മിക്ക പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഡോക്ടർ വിജയകുമാർ സാർ, ഡോക്ടർ ഷീബ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഈശ്വര പ്രാർത്ഥന തന്നെ വളരെ മനോഹരമാക്കിയിട്ടുള്ള ഡോക്ടർ ഗോപകുമാർ സാർ, എല്ലാവരെയും വന്നിട്ടുള്ള എല്ലാ അതിഥികളെയും ഞാൻ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ലവേഴ്സ്, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ IFPHന്റെ ഭാരവാഹികൾ, ഏവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്ന ഡോക്ടർ ഷൈല മാഡം, അതുപോലെ ഈ നമ്മുടെ യോഗം മോഡറേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനോജ് ഡോക്ടർ, ഏവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നന്ദി ഷാലു രാജൻ. നമ്മുടെ ഉദ്ഘാടനത്തിന്റെ നമ്മുടെ അതിഥി എത്താൻ 5 മിനിറ്റ് വൈകും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. ശ്രീ ബിജു പെരുമ്പുഴ സാർ, ഈ പാട്ടിനെ കുറിച്ച് ഒരു ചെറിയ ജാനകി ജാനെ ധ്വനി എന്ന സിനിമയെ കുറിച്ച് അങ്ങയുടെ 2 വരി. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. ഈ പാട്ട് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഈ പാട്ടാണ് കേൾക്കുന്നത്. അത് ഡോക്ടർ മനോജ് പറഞ്ഞ പോലെ പ്രേം നസീർ എന്ന ഒരു മഹാനടന് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയൊരു ഗാനാഞ്ജലി തന്നെയാണ് നമ്മുടെ തുടക്കത്തിൽ വന്ന ഈ ഗാനം. ഡോക്ടർ ഗോപകുമാർ അത് വളരെ ഭാവാർദ്രമായിട്ട് തന്നെ അത് ഒരു എല്ലാ വികാരവും ഉൾക്കൊണ്ട് തന്നെ അത് അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു അവസാന ചിത്രം എന്നുള്ള രീതിയിൽ ധ്വനി എന്ന ചിത്രത്തിലാണ് ആ ഒരു ഗാനം ഉള്ളത്. അത് വളരെ മനോഹരമായ ഒരു ചിത്രീകരണവുമാണ്. അദ്ദേഹം അത് ആ ഒരു സിനിമയിൽ വളരെ ഒരു വ്യത്യസ്തമായ ഒരു ജസ്റ്റിസിന്റെ റോൾ ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. നൗഷാദിന്റെ സംവിധാനത്തിലാണ് അത് വന്നത്. അപ്പോൾ ആ ഒരു യൂസഫ് അലി കേച്ചേരി എന്ന ഒരു ഗാനരചയിതാവ് എഴുതിയതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അതൊരു സംസ്കൃത ശ്ലോകമാണോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള മനോഹരമായൊരു ഗാനമാണത് വന്നത്. അപ്പോൾ അത് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു കോഴിക്കോടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ടൽ റൂമിലാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ടുകൾ എത്രത്തോളം പാടാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടും പിന്നെ പാടാൻ പറ്റുമെങ്കിൽ ഒരു വട്ടെങ്കിലും പാടുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. വളരെ നന്ദി സാർ. അപ്പോൾ നമുക്ക് പിന്നെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആദരണീയനായ അബ്ദുൽ ഗഫൂർ സാർ, മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയാണ്, ഗഫൂർ സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. കേൾക്കാല്ലേ? കേൾക്കാം സാർ. കേൾക്കാം സാർ. ആദ്യമായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. മഹാമനുഷ്യൻ, മഹാനടൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, മഹാമനുഷ്യനും കൂടിയാണ് അദ്ദേഹം. ഇന്ന് തന്നെ എത്രയോ റീൽസും യൂട്യൂബിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതില് അങ്ങേറ്റം അഭിനന്ദനങ്ങൾ ഈ IFPHന്റെ എല്ലാ സംഘാടകർക്കും ഞാൻ നൽകുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് കെ രാഘവൻ പഹാഡി രാഗത്തിലെ
സംഗീതം നൽകി യേശുദാസ് പാടിയ ആ ഗാനമാണ്. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോൾ, നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോൾ, താനെ പാടാത്ത തന്ത്രികളുണ്ടോ, താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. രാഗസരസിതിൽ പ്രാണസഖീ നിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ, രാഗസരസിതിൽ പ്രാണസഖീ നിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ, വാരിച്ചൂടാത്ത മോഹങ്ങളുണ്ടോ, കോരിത്തരിക്കാത്ത സ്വപ്നങ്ങളുണ്ടോ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. താങ്ക് യു. വരികൾ അനർത്ഥമാണ്, താളം പിടിക്കാത്ത ഹൃദയങ്ങൾ ഇല്ല. അങ്ങയുടെ പാട്ട് കേട്ടപ്പോൾ എല്ലാ ഹൃദയം താളം പിടിച്ച് കാണും. ബിജു സാർ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ 2 തവണ ഞാൻ സാറിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഗഫൂർ സാറിന്റെ. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആലാപനം, ആ ഭാവത്തോടുള്ള ആലാപനമാണ് സാറ്, അബ്ദുൽ ഗഫൂർ സാർ എന്നും. ഞാൻ 2 തവണ പാട്ട് കേട്ടിട്ടുണ്ട്, 2-3 പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിനെല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്പം ഈ സാറ് പറഞ്ഞതുപോലെ, നമ്മുടെ ഗഫൂർ സാർ പറഞ്ഞ പോലെ, മഹാനായൊരു നടനും അതിലും മഹാനായ ഒരു മനുഷ്യനുമായിരുന്നു പ്രേം നസീർ എന്ന അബ്ദുൽ ഖാദർ. 1989 ജനുവരി 16 താരതമ്യേന ചെറുപ്പം എന്ന് പറയുന്ന 62ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ, മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ അന്ത്യം കൂടിയായിരുന്നു അത്. അപ്പൊ ആദ്യ ചിത്രം, ആ ത്യാഗസീമ അദ്ദേഹം വെളിച്ചം കണ്ടില്ല. കാരണം 1952 വന്ന വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരശ്ശീലയിൽ വരുന്നത്. അപ്പൊ ആ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അബ്ദുൽ ഖാദർ എന്ന പേര് മാറ്റി തിക്കുറിശ്ശി സുകുമാരൻ നായർ നസീർ എന്ന പേര് നൽകിയത്. പിന്നെ 1972 പൊന്നാപുരം കോട്ട എന്നൊരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് അതിന്റെ സംവിധായകൻ കുഞ്ചാക്കോയാണ് അതിന്റെ കൂടെ ഒരു പ്രേം എന്ന് കൂടെ ചെയ്ത് പ്രേം നസീർ എന്നാക്കിയത്. ശരിക്കും ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന പ്രണയ പ്രകടനങ്ങൾ, അല്ലെ പ്രണയ രംഗ ചിത്രീകരണത്തിൽ അദ്ദേഹം വളരെ വലിയൊരു കഴിവാണ് കാണിച്ചത്. അപ്പം ആ പ്രണയാർദ്രമായ രംഗങ്ങൾ അവതരിപ്പിക്കാൻ ഇപ്പം മോഹൻലാൽ ഒക്കെ വരുന്നതിന് മുമ്പ് അത്രയും പ്രണയാർദ്രമായി ഗാനരംഗങ്ങൾ പ്രത്യേകിച്ചും അവതരിപ്പിക്കാൻ വേറൊരു നടൻ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ മഞ്ജുഭാഷിണി എന്നുള്ള ഗാനം. അത് ആ വീണയും വായിച്ച അദ്ദേഹം പാടുന്നത് കാണുമ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ആ ഗാന ചിത്രീകരണ രംഗമാണ് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഗാന ചിത്രീകരണത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച മികവിൻ്റെ ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗാനമായിരുന്നു മഞ്ജുഭാഷിണി എന്നുള്ള ഗാനം. അത് സാർ വളരെ മനോഹരമായിട്ട് ആലപിക്കുകയും ചെയ്തു എന്നും കൂടെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അത്രയ്ക്ക് മനോഹരമായിരുന്നു അത്.
ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു കോളേജിൽ സാറിനെയാണ് ഓർമ്മ വരുന്നത്. സൂപ്പി സാർ അദ്ദേഹം മെറ്റീരിയൽ ഒക്കെ എടുക്കാനുള്ള സാറായിരുന്നു. എപ്പോഴും സൂപ്പി സാറിന് പാട്ട് പാടാൻ അവസരമുണ്ട്. സാർ ഉടനെ പാടുന്ന പാട്ട് ഇതായിരിക്കും. ഗോപകുമാർ ഡോക്ടർക്ക് ഓർമ്മ കാണുമായിരിക്കും, വിജയകുമാർ ഡോക്ടർക്ക് ഒരു ഓർമ്മ കാണും. വിജയകുമാർ ഡോക്ടറെ റെഡിയാണോ? ഈ വിജയകുമാർ സാർ, വിജയകുമാർ ഡോക്ടർ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന വിജയകുമാർ ആണോ? അതെ 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 എന്നെ അറിയാമല്ലോ അല്ലേ? അതെ അറിയാം. ഞാൻ ഫോട്ടോ കണ്ടപ്പോഴാണ് അത് ആഹാ വിജയകുമാർ ആണല്ലോ ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ചത്. ഞാൻ അതെ കഴിഞ്ഞ പരിപാടിക്കൊന്നും അതിനെ കണ്ടിരുന്നില്ല, അതാണ്. ഞാൻ ഉണ്ടായിരുന്നു. ആണോ? അത് ശരി. ഞാൻ ഉണ്ടായിരുന്നു. അത് ശരി, ഞാൻ പെട്ടെന്ന് അപ്പൊ ശ്രദ്ധിച്ചില്ല. ഇതിപ്പോ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞാൻ വീഡിയോ ഓൺ ചെയ്തിരുന്നില്ല. അങ്ങനെ, അതാണ്. ഡോക്ടർ മനോജ്, ഞങ്ങള് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. ആ അപ്പൊ ഇത് കേക്കട്ടെ, അടുത്ത പാട്ട് കേൾക്കാം. ഓക്കെ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ് പ്രേം നസീർ. അത് ബിജു സാറിനൊക്കെ അത് മനസ്സിലാവുമല്ലോ. അതിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പഴയ പാട്ടുകൾ പലതും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ യേശുദാസ്, വയലാർ, ദേവരാജൻ, അതോടുകൂടെ ഒപ്പം നമ്മൾ ഓർക്കുന്ന ഒരു പേരാണ് പ്രേം നസീർ. കാരണം മിക്കവാറും എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തില് ഇന്ദ്രവല്ലരി പൂച്ചൂടിയും എന്നൊരു ഗാനമുണ്ട്, അത് പാടാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഒഴുകുമി വെണ്ണിലാ പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഉണരുമി സർത്തലദാസദനം, ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ, മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. താങ്ക് യു. വളരെ നന്നായി. അങ്ങയുടെ പാട്ട് ഈ രാത്രിയെ സുന്ദര ഹേമന്ത രാത്രിയാക്കി. ആ പാട്ടിന്റെ സിനിമയുടെ പേര് ശരി ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന അന്വർത്ഥമാകുമ്പോൾ നമ്മുടെ യേശുദാസിന്റെ ശബ്ദം കൂടെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പൂർണ്ണമായിട്ട് അർത്ഥം വരുന്നതെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് പാടി. ബിജു സാർ എന്ത് പറയുന്നു?
വിജയകുമാർ ഇത്ര മനോഹരമായി പാടി ഞാൻ ആദ്യമാണ് കേൾക്കുന്നത് കേട്ടോ. ഇത്രയും വർഷങ്ങളുടെ പരിചയം ഉണ്ടെങ്കിലും വളരെ സന്തോഷം കേട്ടപ്പോൾ. അഭിനന്ദനങ്ങൾ തന്നെ പറയുന്നു. കാരണം ഞാൻ ഇത്രയും നന്നായിട്ട് ഞാൻ പാട്ട് കേട്ടിട്ടില്ല ശരിക്കും വിജയകുമാർ പാടിയിട്ട്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഗായകനായിരുന്നു. ആണല്ലേ? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ ഇങ്ങനെ ഒരു ഇത് അവിടെ ഞാൻ വെച്ച് ഞാൻ ആദ്യം അധികം കേട്ടിട്ടേ പാടിയിട്ടില്ല. ഇല്ല. അവിടെ വെച്ച് ഞാൻ അതാണ് അധികം അങ്ങനെ. പാടിയിട്ടില്ല. അതാണ് ഞാൻ കേട്ടത്. വേണുഗോപാലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പാടാൻ അല്ല, പറ്റുന്നില്ല. എന്നാ വേണുഗോപാലൊക്കെ ഒരാൾ ഒന്നല്ല, നമ്മൾ കൂട്ടത്തിൽ നമ്മളൊക്കെ പാടി നടന്നില്ല, അതുപോലെ കേട്ടിട്ടില്ലായിരുന്നു. അതാണ്. അപ്പോൾ നമ്മുടെ ഈ വിജയകുമാർ പറഞ്ഞ പോലെ ശരിയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തില് മലയാള യുവത്വത്തിന്റെ പ്രണയസങ്കല്പം എന്ന് പറയുന്നതിന് വയലാറിന്റെ പാട്ടുകളും ദേവരാജൻ മാസ്റ്ററുടെ സംഗീതവും യേശുദാസിന്റെ ശബ്ദവും അതിനോടൊപ്പം പ്രേം നസീറിന്റെ മുഖവും കൂടിയായിരുന്നു എന്ന് നമുക്ക് ഓർക്കേണ്ടി വരും. കാരണം ഈ ഇപ്പം ഗഫൂർ സാറ് പാടിയ മഞ്ജു ഭാഷണി ആണെങ്കിലും വിജയകുമാർ പാടിയ ഇന്ദ്രവല്ലരി പൂജൂരിയുടെ ആണെങ്കിലും പോലും ആ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഓഫ്കോഴ്സ് ആ പാട്ടുകളുടെ മാധുര്യം കൊണ്ടാണ്. പക്ഷെ എങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെ പ്രേം നസീർ എന്ന ആ ഒരു നടന്റെ ഒരു പ്രണയാർദ്രമായ അവതരണം കൊണ്ട് കൂടിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിൽ ഗന്ധർവനായിട്ട് ശാരദ കാണുന്ന ആ ഒരു ഇതില് അതിനപ്പുറം നമുക്കൊരു ചിന്ത ഒരു നടനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ഗന്ധർവനായിട്ട് അങ്ങനെ പാടി വരുന്ന ഒരു വേറൊരു നായകനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത്തരം ഗാനരംഗങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചത് എന്നുള്ളത് തികച്ചൊരു യാഥാർത്ഥ്യമാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തു വിജയകുമാർ. വളരെ സന്തോഷം കേട്ടത്. നമ്മുടെ ഉദ്ഘാടകനായ ശശിധരൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് അദ്ദേഹം ഒരു ഗന്ധർവനാണ്, വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്. ശശിധരൻ സാറിനെ ആദരവും ഈ പരിപാടി ഉദ്ഘാടനം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഞാൻ ഒരല്പം ലേറ്റായി, കാരണം മറവിയായി പോയി. പിന്നെ സൂം ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട സമയമെടുത്തു. ഞാൻ പ്രതീക്ഷയോട് തന്നെ ഇരുന്നാണ്, പക്ഷെ മറ്റു ചില തിരക്കിൽപ്പെട്ടു പോയി. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ഒരു എല്ലാ ഇങ്ങനെയുള്ള പലതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറയുക, ഒരു പിന്നെ അദ്വൈതം എന്നൊക്കെ ഈ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന പോലെ എല്ലാം ഒന്നും. ഇപ്പൊ ഗാനമായാലും പിന്നെ ഹോമിയോപ്പതി ആയാലും എല്ലാം ഒന്നിന്റെ പല രൂപങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പാട്ടെന്ന് പറയുമ്പോൾ അതും ഒരു മരുന്ന് തന്നെയാണ്, ഒരു മെഡിസിനാണ്. പിന്നെ ഈ ഒരു അവസരം എനിക്ക് ഓർമ്മിക്കാൻ നസീർ സാറിനെ കുറിച്ച് കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട്, കാണാനിടയായിട്ടുണ്ട്. ഞാൻ ഈ സംഗീതത്തിൽ ഭ്രാന്തെടുത്ത് സിനിമയിൽ പാടണമെന്നുള്ള ഒരു ഭ്രാന്ത് മൂത്ത് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അങ്ങനെ മദ്രാസിലേക്ക് പോവുകയും ഒരു 5-6 വർഷം അവിടെ ചുറ്റി നടന്നു. അങ്ങനെ പല സ്റ്റുഡിയോകളിലും പോവുകയും മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണുന്ന കൂട്ടത്തില് ചില പരിചയക്കാരെയൊക്കെ കണ്ടുമുട്ടുകയും അങ്ങനെയാണ് ഒരു ദിവസം പ്രസാദ് സ്റ്റുഡിയോ ഷൂട്ടിംഗ് നടക്കുമ്പം അദ്ദേഹത്തിന്റെ ഏതോ ഒരു പിക്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാനും നമ്മുടെ കാര്യം നേടാനുമായിട്ടുള്ള പിറക്കം പാച്ചിൽ അവിടെ എത്തി. അപ്പൊ ഏതാണ്ടൊരു ഉച്ച സമയമാണ്. അപ്പം ഈ മനുഷ്യൻ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം വളരെ റിസർവ്ഡ് ആയിരിക്കും, എങ്ങനെയാണ് മുന്നിൽ പോയി നിൽക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടായിരുന്നു എൻ്റെ ഒരു അനുഭവം. ഇത്ര ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് സിനിമ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയാണ്. ആര് ചെന്ന് കഴിഞ്ഞാലും യാതൊരു വ്യത്യാസവുമില്ല, അവരുടെ സ്റ്റാറ്റസോ അല്ല വലിപ്പമോ തൊഴിലോ ഒന്നും അദ്ദേഹം നോക്കാറില്ല. ഒരു സ്നേഹത്തിന്റെ ഒരു ബന്ധമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം ആരോ കൊണ്ടുവന്നു. അപ്പൊ തന്നെ അത് മാച്ചൊരു ടിഫിൻ ബോക്സ് പോലെ പല തട്ടുകളിലുള്ളത് അതെടുത്ത് അദ്ദേഹം കഴിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഞങ്ങളെ കണ്ടു. ഞങ്ങൾ അടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പിന്നെ അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം അപ്പോഴേക്കും ഇതിന് വീതിച്ചു കൊടുക്കുകയാണ്. എന്നോടും പറഞ്ഞു, അദ്ദേഹം അസയെന്ന് വിളിക്കും, ഓരോരുത്തരുടെ പേരെടുത്തില് കഴിക്കണോ അസേ, കഴിക്കണോ അസേ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സംബോധന രീതി.
അപ്പോ എനിക്കും എന്തോ ഒരു ചപ്പാത്തിയാണ് എന്തോ ഒരു കഷ്ണം എനിക്കും തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് വാങ്ങിച്ചു കഴിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡിയോയിലൊക്കെ അദ്ദേഹം വളരെ പക്കയാണ്, കറക്റ്റ് സമയത്തിന് എത്തും. വേറെ ചിലപ്പോ ഡയറക്ടർ ഒന്നും വന്നിട്ടുണ്ടാവില്ല, എന്നാലും അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും നല്ല ഒരു പെരുമാറ്റ രീതി, അത് സിനിമയിൽ മറ്റൊന്നും കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്നെ ഏറ്റവും അധികം എനിക്ക് അത്ഭുതം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റ് ആണ്. ഈ യേശുദാസും നസീറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇന്ന് വരെ ഒരു നടനിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ശബ്ദം, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ അഭിനയം ഉണ്ടല്ലോ, പാടുന്നു എന്നുള്ള അദ്ദേഹത്തെ കുറച്ച് പാടുന്ന ആളും കൂടിയാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ആ ലിപ് മൂവ്മെന്റും അതുപോലെ തൊണ്ടയിലെ ആ മസിൽസും ഞരമ്പുകളൊക്കെ ഈ പാട്ടിനനുസരിച്ച് ഓരോ അക്ഷരത്തിനനുസരിച്ച് അതിങ്ങനെ പൊങ്ങി മറന്ന് കാണുമ്പോൾ വേറെ യേശുദാസൊന്നും അല്ല. യേശുദാസൻ നമ്മൾ മറന്നുപോകും. നസീർ തന്നെയാണ് പാടുന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം ഉയർന്ന അങ്ങനെ ഉള്ളൊരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും എന്നും അതിപ്പോഴും നമുക്ക് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് എത്രയോ പാട്ടുകൾ യേശുദാസ് പാടിയിരിക്കുന്നു. അതൊക്കെ എത്ര സുന്ദരമായ ഗാനങ്ങളാണ്. ഇത് എൻ്റെ മുൻപ് പറഞ്ഞ പ്രഭാഷകൻ പറഞ്ഞ പോലെ ഇത്രയൊരു ഈ ഒരു കോമ്പിനേഷനിലും ഈ ഒരു പിന്നെ എന്താ പറയാ, പിന്നെ നസീർ സാറിനെ പോലുള്ള ഒരു ആക്ടർ, അത് എന്നും മനസ്സിൽ നിലനിൽക്കും. അതുമായിട്ട് ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു, പ്രത്യേകിച്ച് ഈ പിന്നെ ചില പിന്നെ എന്താ പറയാ പ്രേമ പാരവശ്യത്തോടെയൊക്കെ നായകയൊക്കെ അഭിനയിക്കുന്ന ഈ സന്ദർഭങ്ങളും അദ്ദേഹത്തിന് അതിന് തക്കതായ മുഖവും മൂവ്മെന്റും ഒക്കെ വേറെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എന്താ പറയാ, ഒരു അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉണ്ടല്ലോ, ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അത് കണ്ടവർക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു മുഖമാണ് അദ്ദേഹത്തിന്റെ. അത് ആ ശബ്ദവും ഇത് തമ്മിലുള്ള ആ ചേരുവ ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. ഓരോ പാട്ട്, അതിന് ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാലും അതൊന്നും എന്നാ ജയചന്ദ്രൻ അവരൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ എത്ര ആപ്റ്റ് എന്ന് പറയുന്നത് യേശുദാസിന് എനിക്ക് തോന്നുന്നത് ആരോ പറഞ്ഞ പോലെ പിന്നെ നസീറിന് വേണ്ടി സൃഷ്ടിച്ച ഒരു വോയിസ് ആണ് തോന്നുന്നു. അതിനുവേണ്ടി തന്നെ അത്രമാത്രം യോജിക്കുന്ന ഒരു ശബ്ദമാണ് യേശുദാസിനെ മറന്നു. മറ്റു പലരും ആക്ടേഴ്സും ഒക്കെ പാടും, അല്ല ഈ രംഗങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് പിന്നെ യേശുദാസിനെ ഓർമ്മ വരും. പക്ഷെ നസീർ പാടുന്ന സമയത്ത് യേശുദാസിനെ മറന്നേ പോകും. ഇത് നസീർ തന്നെ പാടുക എന്ന് നമുക്ക് തോന്നും. ഒരുപാട് എത്രയോ പാട്ടുകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് എത്ര മധുരമായിട്ടുള്ള പാട്ടുകളാണ് അതൊക്കെ. അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട്. ധനേഷ് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ ഞാൻ ഈ ഒരു പരിപാടി ഗംഭീരമായിട്ട് തുടർന്നു പോകട്ടെ. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരു തീർച്ചയായിട്ടും പാട്ട് വേണം. അതെ, അതാണ് ഉദ്ഘാടനം. അത് സിനിമയുടെ പേര് എനിക്ക് ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ അറിയായിരിക്കും. അത് സ്വർഗപുത്രി നവരാത്രി. അതെ, ഒത്തിരി പ്രസിദ്ധമായ ഒരു ഗാനമാണ് അത്. എന്നും 16 വയസ്സുള്ള ഒരു ഗാനമാണ്. എപ്പോഴും യുവത്വത്തോടെ നിലനിൽക്കുന്ന. ഇതല്ല, ഒരുപാട് ഗാനങ്ങളുണ്ട്. ഒപ്പം പിന്നെ വയലാറിനെയും ദേവരാജൻ മാഷയും ഓർക്കാതെ പറ്റില്ല. ഈ എല്ലാ കോമ്പിനേഷനും പിന്നെ നസീർ സാറിന്റെ അഭിനയവും എല്ലാം കൂടി നമ്മൾ മറ്റൊരു ലോകത്താണ് എത്തുന്നത്. അത്ര മധുരമേറിയ ഗാനവും അഭിനയവും ഗാനരചനയും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു പല ഗാനങ്ങളിലും ഒന്നാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പാടാം. മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടുതലായിട്ടൊരു അതിൻ്റെ ഒരു സപ്പോർട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പാടട്ടെ. അത് അവിടെ അഭിനയിച്ചിരിക്കുന്നത് ജോസ് പ്രകാശ്, നസീർ, ഷീല, ഇവരൊക്കെയാണ് ആ രംഗം അഭിനയിച്ച് ഫലപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിത് ഒരുപാട്, ഞാൻ പഠിക്കുന്ന കാലത്ത്, കോളേജ് പഠിക്കുന്ന കാലത്ത് സ്റ്റേജിൽ ഒരുപാട് പാടിയും
അതിനുശേഷം പലരും പാട്ട് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ഗാനം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നത്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ മെയിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. കൈകളിൽ മൃഗമത തളികയുമേന്തി നീ ഏകയായരികിൽ വരുമ്പോൾ ദേവി വരുമ്പോൾ കൈകളിൽ മൃഗമത തളികയുമേന്തി നീ ഏകയായരികിൽ വരുമ്പോൾ ദേവി വരുമ്പോൾ നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. അതിമനോഹരമായി സാറേ. അങ്ങയുടെ പാട്ട് കേൾക്കുമ്പോൾ പാടുവാൻ എന്തെന്നില്ലാത്ത അഭിനിവേശം എല്ലാവരിലും ഉണ്ടാകുമെന്ന് വ്യക്തമായി വളരെ നന്നായിട്ട് പാടി. താങ്ക് യു താങ്ക് യു. പറഞ്ഞ ഒരു കാര്യം വെച്ചാല് ഈ പറഞ്ഞ പോലെ പ്രേം നസീർ പാടുമായിരുന്നു, അതുപോലെ യേശുദാസ് അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് അതെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം എന്നെന്നും ഈ നിലയ്ക്കാതെ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ഞാൻ പിന്നെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സാർ കഴിയുന്ന ബിജു സാറേ, അങ്ങയുടെ കമന്റ് എന്താണ്? ശശിധരൻ സാർ നമസ്കാരം. എന്റെ പേര് ബിജു. നമസ്കാരം സാറ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 50 ഓ 55 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കോളേജിൽ ഈ പാട്ട് പാടിയെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് പാടിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ന് പാടിയ അതേ മനോഹാരിതയോടുകൂടി ഇന്ന് സാർ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഓരോ ചെറിയ ചെറിയ അതിൻ്റെ ആ ഭാവം എല്ലാം അതിനകത്ത് മുഴുവൻ വന്നിട്ടുണ്ട്, ഹൈ പിച്ച് പോകുന്നതും എല്ലാം. അപ്പൊ അതേ മനോഹാരിതയോടുകൂടി അദ്ദേഹം സാറ് ഇത് അവതരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് സാർ പറഞ്ഞ ഈ പാട്ടൊക്കെ നമ്മൾ ഇപ്പോഴും സാറ് ഓർക്കുന്നുണ്ട്, അത് പാടുന്ന ജോസ് പ്രകാശും നസീർ സാറും ഷീലയും ഒക്കെ ആണെന്നുള്ളത്. കാരണം അത്രമാത്രം നമ്മളെ ഈ നടൻ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗാനങ്ങളുടെ കാര്യത്തിൽ. ഇപ്പം സാറ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം യേശുദാസിന്റെ ശബ്ദവും നസീർ സാറിന്റെ അവതരണവും ആവുമ്പോൾ അത് നസീർ സാർ തന്നെ പാടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക്
കിട്ടുന്നത്. അപ്പൊ അതെ ഷീല ഒരിക്കൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, അങ്ങേര് ഒരിക്കലും ഒരു പാട്ടും പാടിയിട്ടൊന്നുമില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ ഷീല പറഞ്ഞു. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഷീലയ്ക്ക് അത് അറിയാമായിരിക്കും, പാടി കാണത്തില്ല. പക്ഷെ പാടുന്നത് പോലെ തന്നെയാണ്. ഇത്രയും നല്ല ലിപ് മൂവ്മെന്റ് ഉള്ള ഒരു നടൻ അന്നുമില്ല ഇന്നുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ആ ഒരു കാര്യം സാർ അതിമനോഹരമായിട്ടാണ് ശശിധരൻ സാർ ഇവിടെ അവതരിപ്പിച്ചത്. എന്തായാലും ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരു വളരെ വലിയ ഭാഗ്യം. ആ ശബ്ദം 55 വർഷം മുമ്പുള്ള ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അന്നും ഇതുപോലെ മനോഹരമായ ശബ്ദമായിരുന്നിരിക്കും സാറിന് എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സാർ വളരെ വളരെ സന്തോഷം സാറിന്റെ പാട്ട് ഇവിടെ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഓക്കെ സാർ. എന്തായാലും പണ്ട് അങ്ങയുടെ പാടിയ വാക്കുകൾക്ക് പാട്ടൊരെണ്ണം ചുണ്ടിൽ ഊറുമ്പോൾ വളരെ നന്നായിട്ട് പാടി. നമുക്ക് സേട്ട് സാറേ എന്തോ പറയാം സാറേ, നമ്മുടെ പ്രസിഡന്റ് സേട്ട് സാർ ഞാൻ എന്റെ അഭിപ്രായം വിട്ടുകൊടുത്തത് സിംഗർ വഴി. സാർ ക്ലിയർ ആയില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ സിംഗിൾ അയച്ചിട്ടുണ്ടായിരുന്നു. മനോഹരമായിരുന്നു, ഓക്കെ സാർ. മനോഹരമായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയൊരു നമ്മുടെ ഈ വേദിയിൽ പി സുശീലയാണ് നമ്മുടെ ഡോക്ടർ ഷിബാറാണി ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ. നമസ്കാരം സർ. ഞാൻ ജോയിൻ കാണുന്നവരൊക്കെ അനുമതിയാണ്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. സർ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയി. MLA-യുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓക്കെ. അതുകൊണ്ടാണ്. ഓക്കെ. ഞാന് പഴയ ഒരു വടക്കൻ വീരഗാഥ പോലുള്ള ഫിലിം ഉണ്ട്, നസീറും ഷീലയും ജയഭാരതിയൊക്കെ അഭിനയിച്ച ഒരു ഫിലിം. അതിലെ പാട്ടാണ്. മുന്നേ പാടിയിട്ടുണ്ട്, പക്ഷെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കട്ടായിപ്പോയി. മാനത്തേ മഴമുകിൽ മാലകളെ ചിലുത്ത മടപ്പിറാവുകളെ, മാനത്തേ മഴമുകിൽ മാലകളെ ചിലുത്ത മടപ്പിറാവുകളെ, തുളുനാടൻ കളരിയിൽ പോയി വരാമോ എന്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ, മാനത്തേ മഴമുകിൽ മാലകളെ ചിലുത്ത മടപ്പിറാവുകളെ, മെയ്യഴകുള്ളോരൻ ഇപ്പോൾ മെയ്യഴകുള്ളോരൻ കല്യാണമുറച്ചിറുക്കൻ അവിടെയല്ലോ, കണ്ടാലോ സുന്ദരൻ എന്റെ മാരൻ, കരവാളെടുത്താലും കരളലി ഉള്ളവൻ, മാനത്തേ മഴമുകിൽ മാലകളെ ചിലുത്ത മടപ്പിറാവുകളെ, ഏഴാം കടലോടെ വന്ന് വിരാളി പുടവയുമായി, ഏഴാം കടലോടെ വന്ന് വിരാളി പുടവയുമായി എന്നവൻ വരുമെന്ന് ചോദിക്കാമോ, ഭൂമിത്ത നീർത്തി ഞാൻ കാത്തിരിക്കും, മട്ടിപ്പാൽ പുകച്ചു ഞാൻ കാത്തിരിക്കും, മാനത്തേ മഴമുകിൽ മാലകളെ ചിലുത്ത മടപ്പിറാവുകളെ.
അതിൽ മനോഹരമായി തുളുനാടൻ കളരികളിലേക്ക് ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മനോഹരമായിരുന്നു, കാത്തിരിക്കും എന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു സംഗതി മനോഹരമായിരുന്നു, കാണുന്നു. മനോഹരമായിരുന്നു, എന്തോ സാറേ? മനോഹരമായിരുന്നു. അതിനപ്പുറം എന്താ വേണം? സേട്ട് സാറിന് അഭിനന്ദനം കിട്ടിയല്ലോ, പിന്നെന്താ വേണം? സന്തോഷം സാറേ. ബിജു സാറിലേക്ക് പോവാം. ബിജു സാറേ, സാർ അങ്ങയുടെ കമന്റ് പ്ലീസ്. ഇത് മാമാങ്കം എന്ന ചിത്രമാണ്. അതിനകത്ത് ഇപ്പൊ ഈ വടക്കൻ പാട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചാതുരി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആരോമലുണ്ണിയായാലും കണ്ണപ്പനുണ്ണിയായാലും തച്ചോളി മരുമകൻ ചന്തു, അതൊക്കെ ആണെങ്കിൽ ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു നിവർന്ന് നടപ്പും ഒക്കെ. ആ പഞ്ചവർണ്ണ കിളിവാലൻ തളിർവെറ്റിൽ നിന്നിട്ടോ എന്നൊരു ഗാന ചിത്രീകരണത്തിൽ അദ്ദേഹം നടന്ന് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇനി പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. ആ അനുപല്ലവി കഴിഞ്ഞ് ചരണത്തിന്റെ ഇടയ്ക്കുള്ള ആ ഒരു BGM-ന്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന എന്തോ ഒരു ആഢ്യത്വമാണ് അത് കാണാനെന്ന് നമ്മൾ. അതിനി ഈ കേൾക്കുന്നവരെല്ലാം തന്നെ ആ പാട്ട് കാണുമ്പോൾ ഒന്ന് നോക്കണം. ആ അദ്ദേഹത്തിന്റെ ആ ഒരു നടപ്പ് എന്ത് തേജസ്സാണ് ആ നടപ്പ്. അപ്പൊ അതുപോലുള്ള ഒരു അഭിനയമാണ് അദ്ദേഹം എല്ലാ തന്നെ. പക്ഷെ ഒരു ഒറ്റ കാര്യം എനിക്ക് ഒരു സംശയമുണ്ട്. ഇങ്ങനെ ഒരു മരം ചുറ്റി പ്രേമം അഭിനയിക്കുന്ന ഒരു പ്രണയനായകൻ മാത്രമായിരുന്നു പ്രേം നസീർ എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സത്യനേക്കാൾ അതുല്യ നടനായിരുന്നു സത്യൻ. അദ്ദേഹത്തെക്കാൾ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രണയനായകനും ഹാസ്യനായകനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പൊ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ, അടിമകളിലെ പൊട്ടൻ, പടയോട്ടത്തിലെ തമ്പാൻ, പണിതീരാത്ത വീട്ടിലെ ജോസ്, അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മിമിക്രി കലാകാരന്മാരെല്ലാം അദ്ദേഹത്തിന് അത്തരം ഗൗരവപൂർണമായ കഥാപാത്രങ്ങളെ മറന്ന് മണ്ടി പെണ്ണെ എന്നുള്ള ഒരു രീതിയിൽ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. പുതിയ തലമുറ പ്രേം നസീർ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു പ്രണയനായകൻ, അദ്ദേഹം അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ധാരണ. പക്ഷെ അത് തീർത്തും തെറ്റാണ് എന്ന് നമ്മൾ ശരിക്കും ഒരു അവലോകനം നടത്തിയാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഗഫൂർ സാറ് റെഡിയാണോ? എന്നോടാണോ? അതെ സാർ, തീർച്ചയായും. നസീർ സാറിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം അഞ്ചാമ്പനി വന്നിട്ടാണല്ലോ മരിക്കുന്നത്. ഈ അഞ്ചാമ്പനി എന്ന് പറയുന്നത് അഞ്ചാമ്പനി ഞാൻ 51 കൊല്ലമായി ചികിത്സ തുടങ്ങിയിട്ട്. എനിക്ക് വയസ്സ് 72ആണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ അന്നൊക്കെ തുടങ്ങുന്ന കാലത്ത് ഞാൻ അഞ്ചാമ്പനി ചികിത്സിച്ച് ഒരുപാട് അഞ്ചാമ്പനി കേസുകൾ ചികിത്സിച്ചിട്ടുള്ള അന്നും ആണല്ലോ. പിന്നീട് ഇപ്പൊ അഞ്ചാമ്പനി പോയല്ലോ. അപ്പൊ ഇപ്പോഴത്തെ തലമുറ ചികിത്സിക്കുന്നുണ്ടാവില്ല. ഞാനും സേർ സാറും അങ്ങനെയുള്ള നമ്മളുടെ ആ തലമുറയിൽ സേർ സാർ എന്നെക്കാളും സീനിയർ. ഓക്കെ, ഞാൻ പറഞ്ഞത് അന്നൊക്കെ അഞ്ചാമ്പനി ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് നമ്മള്. അതാണ്. അപ്പൊ അത് നമുക്കൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാനിപ്പോ പാടാൻ ഉദ്ദേശിക്കുന്ന ഗാനം തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. അപ്പോ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള
ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നീറുന്ന കണ്ണുമായി നിന്നെ കിനാക്കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും. നീറുന്ന കണ്ണുമായി നിന്നെ കിനാക്കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും. ഓരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും. ഓരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു. ഓരോ പ്രവാസിയുടെയും കണ്ണ് നനയിക്കുന്ന ഒരു പാട്ടായിരുന്നു. മാത്രമല്ല കറക്റ്റ് പ്രവാസികളുടെ പാട്ടാണ്. പി ഭാസ്കറിന്റെ നാടൻ ശീലുകളുടെ ഒരു പ്രാസങ്ങളുടെ ഒരു കുത്തൊഴുക്ക്, അതുപോലെ ചാമ്പയ്ക്കാറ്റുണ്ടുള്ള വാഴക്കൂമ്പുകളൊക്കെയുള്ള പി ഭാസ്കർ ചന്ദനക്കവള് അതെ ചന്ദനക്കവള്. അതെ, വളരെ ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ബിജു സാറേ. സാറിന് ഗഫൂർ സാറിന് 72 വയസ്സായെന്ന് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. 72 വയസ്സുള്ള സാറ് ഇന്നും പഴയ ഗ്രഹാതുരത്വത്തോടെ പഴയ പ്രസരിപ്പോടുകൂടി തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിൽ ഏകദേശം 60-65 വർഷം മുമ്പായിരിക്കും അത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. 62-65 കാലഘട്ടത്തിലാണ്. ആ പാട്ട് ഇപ്പോഴും പാടണമെങ്കിൽ ആ പാട്ടിപ്പം മനോജ് സാർ പറഞ്ഞ പോലെ ആ പാട്ടിന്റെ നാടൻ ശൈലികളും രാഘവ മാസ്റ്ററുടെ നാടൻ ഈണങ്ങളും ചേർന്നൊരു മനോഹരമായ ഗാനമാണെങ്കിൽ പോലും ആ പാട്ട് നമ്മൾ ഇത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അന്ന് അദ്ദേഹം ഒരു മുണ്ട കൊടുത്തിങ്ങനെ നിന്ന് പാടുന്ന ഒരു രംഗമാണ്. അതിപ്പോഴും അന്ന് വളരെ കൊച്ചായിരുന്ന എനിക്ക് പോലും ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളത്. ജനലിന്റെ അടുത്ത് നിന്നിട്ട് മുണ്ടൊക്കെ കൊടുത്ത് അപ്പൊ ആ ഒരു രംഗം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം മനസ്സിൽ അത് ഉൾക്കൊള്ളുകയാണ്, നമ്മളത് മനസ്സിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഉള്ള പല പാട്ടുകളും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഒരു പക്ഷേ ചിത്രീകരണത്തിന്റെയും അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിന്റെയും ഒരു പോരായ്മ ഉണ്ടാവാം. വൺ ഓഫ് ദി റീസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു കഴിവായിട്ടാണ്. ഏത് ചിത്രം ഇപ്പൊ ഈ പറഞ്ഞ ഈ പാട്ടാണെങ്കിലും പ്രേമരംഗങ്ങളല്ലാതെ തന്നെ ഇപ്പൊ സന്യാസിനിയാണെങ്കിലും സുമംഗലി നീ ഓർമ്മിക്കുകയാണെങ്കിലും ഒക്കെ ആ ഭാവത്തിലേക്കാണ് അദ്ദേഹം അപ്പം മാറുന്നത്. അതൊരു മരം ചുറ്റി പ്രേമോ ഒന്നുമല്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ആ ഭാവത്തിലേക്ക് മാറിയിട്ടാണ് ആ ഒരു രംഗത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. ഏത് വടക്കംപാട്ടിന്റെ കാര്യം നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു വികാരമാണ് പ്രേം നസീർ എന്ന ഒരു മഹാനടൻ നമുക്ക് മലയാളികൾക്ക് തന്നിരിക്കുന്നത് എന്ന് വീണ്ടും ഈ പാട്ടിലൂടെ ഗഫൂർ സാറ് തെളിയിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ സാർ. അതെ, പലതും കേൾക്കും. നമ്മൾ പറഞ്ഞില്ലേ, കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ തോന്നുന്നു. അതായത് അരയന്നത്തിന്റെ പുറകെ കാക്ക പറന്നു പോകുന്ന പോലെയാണ് ഇപ്പോഴത്തെ പലതും കേൾക്കുമ്പോൾ തോന്നുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള പഴയ പാട്ടുകളായിരുന്നു. നമുക്ക് അടുത്തത് ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ടോ? ചന്ദ്രമോഹൻ ഡോക്ടർ. ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഗഫൂർ സാറിലേക്ക് വീണ്ടും വരാം. സാർ 3 പാട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഗഫൂർ സാറ് റെഡിയാണോ? ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ട്. മാഡം പോയാ? അല്ല, ഉണ്ട്. ഷീബാറാണി ഉണ്ട്. ഷീബാറാണി വിജയകുമാർ ഡോക്ടർ ഉണ്ട്.
എന്തോ അല്ല ഷീബ റാണിയിലേക്ക് ഗഫൂർ സാർ പറഞ്ഞ നമുക്ക് 3 പാട്ടുണ്ടല്ലോ, അത് കഴിയട്ടെ സാർ, അതിന്റെ അടുത്തേക്ക് പോവാം. ആയിക്കോട്ടെ. അപ്പൊ അടുത്ത പറഞ്ഞോ. അതെ അതെ അതെ. അപ്പൊ അടുത്തതാണെങ്കില് മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിന് വേണ്ടി പിന്നും വേണ്ട ഈ മധുവായൂർ പി ഭാസ്കരൻ തന്നെ രചിച്ച് കെ രാഘവൻ മൂടൽമഞ്ഞ ഉഷാ ഖന്നയാണ് സർ. ഉഷാ ഖന്ന സംഗീതം നൽകിയതാണ്. പി ഭാസ്കരൻ തന്നെയാണ് രചിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം, കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം, കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ, മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ, മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു. ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, അനുരാഗ പൗർണമിയേ, അനുരാഗ പൗർണമിയേ. എന്തായാലും സാറിന്റെ പാട്ട് അനേകം പേരുടെ മാനസം കവരട്ടെ എന്ന് ആശംസിക്കുന്നു, ചോറിനെ കളരട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു സാർ എന്ത് പറയുന്നു? സാർ, ഇപ്പം ഈ 542 ചിത്രങ്ങളിലാണ് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചത്. അതിൽ തന്നെ ഷീല എന്ന നായിക ആയിട്ട് 130 ചിത്രങ്ങളാണ്. അപ്പോൾ പ്രേം നസീർ സാറും ഷീലയും അവർ അഭിനയിച്ചൊരു സിനിമയാണ് ഇത്, മൂടൽ മഞ്ഞ് എന്നുള്ളത്, ഉഷാ ഖന്നയുടെ സംഗീത സംവിധാനത്തിൽ. പക്ഷെ എന്നിട്ട് പോലും ഒരു മുഷിവും കൂടാതെ മലയാളികൾ അദ്ദേഹത്തെ അവസാന ചിത്രമായ ധ്വനി വരെയും അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു അഭിനയ ശൈലിയാണ് എന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരും. നസീർ സാറിനെ ഒരു പ്രണയഗായകൻ എന്നുള്ള രീതിയിൽ മാത്രം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെതിരെ ഇത്തരം അനുസ്മരണങ്ങൾ തീർച്ചയായിട്ടും
ഒരു വഴി തുറക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. പ്രേം നസീർ എന്ന ഒരു നടൻ ഒരു വെറും ഒരു പ്രണയ ഗാനം പാടുന്ന നായകനല്ലായിരുന്നു എന്നുള്ളത് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ ഈ മൂടൽമഞ്ഞിൽ ഈ പാട്ട് തന്നെ അദ്ദേഹം പാടിയിരിക്കുന്നത് പ്രണയഗാനം തന്നെയാണ്. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഇതാണ്. പക്ഷെ നമ്മുടെ പഴയ മിമിക്രിയും ഒക്കെ കൂടെ ചേർന്ന് ഇങ്ങനെ അദ്ദേഹത്തെ ആക്കിയിരിക്കുകയാണ്. ഒരു വളരെ നല്ല നടൻ തന്നെയായിരുന്നു എന്നുള്ളതിന് സംശയമില്ലാതെ പറയാൻ പറ്റും. ഈ ഗഫൂർ സാറിന്റെ ഗാനങ്ങളെല്ലാം അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്താൻ നമ്മൾ ഇപ്പോഴും ഇതിനെ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നസീർ സാറിന്റെ ഭാഷയെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യവും ഈശ്വരദിനമാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ചന്ദ്രമോഹൻ സാറിലേക്ക് പോവാം. ചന്ദ്രമോഹൻ സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? വളരെ അനുഗ്രഹീതയുടെ ഗായകനാണ് ചന്ദ്രമോഹൻ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യാമോ? നേരത്തെ ഇല്ല. ഉണ്ട്. പക്ഷെ നേരത്തെ അൺമ്യൂട്ട് ചെയ്ത് വന്നിരുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ഇല്ല, കോഹോസ്റ്റ് ആണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് വിജയകുമാർ ഡോക്ടർ ഉണ്ടോ? നമുക്ക് ഒരു പാട്ടും കൂടെ. ശിവറാണിയുടെ ഒരു പാട്ട് കൂടെ കേട്ട് വിജയകുമാർ ഡോക്ടർ ആരോഗ്യം അത്ര പോരാ. ശിവറാണി ഡോക്ടർ ഒരു പാട്ട് ഉണ്ടോ പാടാൻ? ശിവറാണി എന്തൊരു മീറ്റിംഗിലായിരുന്നു, അതിട്ട് വന്നതാണ്. ഉണ്ടോ? നസീർ സാറിന്റെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് കേട്ടതേ. ഇന്ന് അതായത് അദ്ദേഹത്തിന് ഒരാൾക്ക് 5 ലക്ഷം രൂപ എന്തോ കടം കൊടുത്തിട്ട് ഇദ്ദേഹം തിരിച്ചു കൊടുത്തില്ല. അവസാനം നസീർ സാറിന് അത് കോടതി കയറേണ്ടി വന്നു. പക്ഷെ പിന്നീട് കേൾക്കുന്നത് ഈ വ്യക്തി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ട ആശ്വാസവും നൽകി ആ 5 ലക്ഷം രൂപ തരണ്ടെന്നും പറഞ്ഞു. അതാണ് പ്രേം നസീർ. നമുക്ക് ഗോപകുമാർ ഡോക്ടർ പാട്ട് കേട്ടിട്ട് പരിപാടി അവസാനിപ്പിക്കും. ഡോക്ടർ ഗോപകുമാർ. കേൾക്കാമല്ലോ? കേൾക്കാം. കടത്തനാട്ട് മാക്കം എന്ന ചിത്രത്തില് പി ഭാസ്കരൻ ദേവരായൻ ടീം, യേശുദാസ് ടീമിന്റെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണിവാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണിവാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. 15-ാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു, 15-ാം വാവിലെ പാലാഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു, പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ,
വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. വളരെ Thank you. മനോഹരം. എന്തായാലും കടമ്പക്കൂട്ട് അണിഞ്ഞുകൊണ്ട് ഉറക്കമായാലും പാട്ട് കേട്ടുകൊണ്ട് ആകാൻ സമയമാകുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാനായിട്ട് നന്ദി പറയാൻ ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ ഇതിഹാസമായിരുന്ന ശ്രീ നസീർ സാറിന്റെ ചരമ ദിനമായ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനാഞ്ജലിയും അനുസ്മരണ ചടങ്ങും എല്ലാം ആയിരുന്നു നമ്മുടെ മലയാളം വിഭാഗത്തിൽ ഇന്ന് നടന്നത്. നമ്മുടെ ഇന്നത്തെ വിശേഷം എനിക്ക് എൻ്റെ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. നസീർ പ്രേം നസീറിനെ ഞാൻ ഓർക്കുന്നത് എൻ്റെ ആ ഒരു കൊച്ചിലെ ഉള്ള സമയത്തുള്ള ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ ബാബു മോൻ, സേതുബന്ധനം, കണ്ണപ്പനുണ്ണി, അങ്ങനെ ആ സമയത്തുള്ള കുറേ സിനിമകൾ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാള സിനിമ കാണാൻ പോകുമ്പം നസീർ ഇല്ലെങ്കിൽ സിനിമ കണ്ടാൽ നമുക്ക് അത്ര ഒരു തൃപ്തിയില്ല. ചിലപ്പോൾ നസീർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണാൻ പോയിട്ട് നസീറിനെ കണ്ടില്ല, പകരം രാഘവനോ അല്ലെങ്കിൽ മധുവൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർ നല്ല നടന്മാരാണ്, പക്ഷെ എങ്കിലും നായക സ്ഥാനത്ത് നസീറിനെ കാണാനാണ് നമുക്കന്ന് ഇഷ്ടം. അതുപോലെ തന്നെ കോമ്പിനേഷൻ ഷീലയും തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോ ഈ പാട്ടുകളൊക്കെ കേട്ടപ്പോഴും ഇങ്ങനെ ഓർത്തോണ്ടിരുന്നത്. ഒത്തിരി ഒത്തിരി പാട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു നടനെ കുറിച്ച്. അപ്പൊ ഈ എന്തുകൊണ്ടായാലും എന്തായാലും അദ്ദേഹത്തെ ഈ അനുസ്മരിച്ച ഈ ചടങ്ങ് വളരെ നന്നായി, അവസരോചിതമായി നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയ റിട്ടയർഡ് പ്രൊഫസർ, പാലക്കാട് ഗവൺമെന്റ് ചിറ്റൂർ കോളേജ് ശ്രീ ശശിധരൻ സാറായിരുന്നു. സാറ് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പാട്ടും പാടി നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സാറിനെ IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ വളരെ ഗംഭീരമായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച ശ്രീ അബ്ദുൽ ഗഫൂർ സാർ, ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറ് നമ്മുടെ റിട്ടയർഡ് DMO കൂടിയാണ്. അദ്ദേഹം ഇന്നത്തെ പാട്ടിന് എനിക്ക് തോന്നുന്നു നസീർ അഭിനയിച്ച പാട്ടുകൾ പാടിയപ്പോൾ കുറച്ചുകൂടി മനോഹാരിത ഉണ്ടായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു. പല ദിവസങ്ങളിൽ സാർ പാടുമെങ്കിൽ ഇന്നും വളരെ ശോഭിച്ചു സാറിന്റെ പാട്ടുകളെല്ലാം. സാർ അവസാനം പാടിയ പാട്ട് ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഒരിക്കൽ ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു TV-യിൽ ഓണത്തിനെങ്ങാണ്ടാണെന്ന് സാറിനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഇഷ്ടഗാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ പാട്ടാണ് പറഞ്ഞത്. അത് ഞാൻ സാറ് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഓർക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും സാറും വളരെ മനോഹരമായ പാട്ടുകളാണ് ആലപിച്ചത്. IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ് സാറിനും. അതുപോലെ വിജയകുമാർ ഡോക്ടർ ശാരീരികമായി അത്ര സുഖമുള്ള അവസ്ഥയിൽ അല്ലായിരുന്നിട്ട് കൂടി സാറും എത്തി നല്ല ഒരു ഗാനം ആലപിച്ചു. വളരെ സന്തോഷം. പ്രത്യേക നന്ദി അറിയിക്കുന്നു വിജയകുമാർ ഡോക്ടർക്കും. പിന്നെ നമ്മുടെ ഷീബാറാണി ഡോക്ടർ കണ്ണപ്പനുണ്ണി എന്ന സിനിമയിൽ ജയഭാരതി പാടി അഭിനയിച്ച പാട്ടാണ് മാനത്തെ മഴമുരി എന്നുള്ള പാട്ട്. അപ്പൊ അത് നന്നായി പാടി ഷീബാറാണി ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബിജു പെരുമ്പഴ സാറിന്റെ കാര്യം പിന്നെ പറയണ്ട. സാറ് നമുക്ക് കിട്ടിയ ഒരു അതുല്യ പ്രതിഭയാണ് സാറ്. ഇടയ്ക്കാണ് സാറ് വന്നതെങ്കിലും ഇതുപോലെ ഈ നിരൂപണം നടത്താനും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും ഏതൊരു ഇപ്പോൾ സിനിമയിൽ നസീറിനെ കുറിച്ചാണെങ്കിലും അതുപോലെ മറ്റ് അവസരങ്ങളിലും ഇത്രയും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പഠിച്ചു പറയാൻ സാറിനെ പോലെ ഒരു പ്രതിഭ ഇല്ലെന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാറും ഇന്ന് നമ്മോടൊപ്പം ചേർന്നു. IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി സാറിനും അറിയിക്കുന്നു. അതുപോലെ ഗോപകുമാർ ഡോക്ടർ നമ്മുടെ ഈശ്വര പ്രാർത്ഥന മുതൽ പിന്നെ വേറൊരു പാട്ടും നന്നായി പാടി
ഡോക്ടർ ഗോപകുമാറിനും IFHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലുരാജനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേട്ട് സാറ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ സാറാണ്. സാറും ഇത്രയും സമയം മുഴുവൻ സമയവും നമ്മോടൊപ്പം ചെലവഴിച്ചു. വളരെ സന്തോഷം. IFHന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി സാറിനും രേഖപ്പെടുത്തുന്നു. കൂടാതെ മനോജ് ഡോക്ടർ പാടാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ പാട്ടിനെ കുറിച്ചും മനോജ് ഡോക്ടറുടെ ആ അഭിപ്രായങ്ങളും വളരെ നന്നായിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ഒരു ഗ്രാഹ്യമുള്ള ആളാണ് മനോജ് ഡോക്ടറും. മനോജ് ഡോക്ടർക്കും IFHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ പരീത് ബാവഖാൻ സാർ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി ഷൈൽ ഡോക്ടർ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തോന്നുന്നൊരു കാര്യം, ഇത് എന്നെ കക്കാട് എഴുതിയ പോലെ സഫലമ യാത്ര. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.